Motorola ഇന്ത്യയിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് Moto G 5G എന്ന് പറഞ്ഞിട്ട്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇന്ത്യയിലെ ചീപ്പസ്റ്റ് 5G ഫോൺ. നമുക്കൊരു 20,000 രൂപയ്ക്ക് ഒരു 5G ഫോൺ എടുക്കണമെങ്കിൽ ആ ഒരൊറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ, Moto G 5G ആണത്. Moto G 5Gനെ പറ്റി അറിയേണ്ടതെല്ലാം ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടോ, ഈ ഫോൺ എങ്ങനെയുണ്ട്, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അത് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് Moto G 5Gയുടെ ബിൽഡും ഡിസൈനും ഡിസ്പ്ലേയുമാണ്. Moto G 5G നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. നമ്മൾ Motorola 1 ഫ്യൂഷൻ പ്ലസിലും Motorola ബാക്കിയുള്ള ഫോണുകളിലൊക്കെ ലഭിച്ച പോലത്തെ ഒരു ബിൽഡ് തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ക്യാമറ അറയുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം നമുക്ക് ഇത്തവണ ഒരു സ്ക്വയർ ക്യാമറ അറയാണ് ലഭിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ ലഭിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ക്യാമറ അറയിൽ 3 ക്യാമറയും ഒരു ഫ്ലാഷും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നത്. ബാക്കിയുള്ള മോട്ടോ ഫോണുകൾ പോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റിൽ തന്നെയാണ് ഫോണിൻ്റെ മോട്ടോ ലോഗോ എംബഡ് ആയിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇതൊരു HDR10+ കോംപ്ലൈൻറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു പഞ്ച് ഹോൾ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. സെൻറ്റർ പഞ്ച് ഹോളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും ലഭിക്കുന്നില്ല. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇത്. 2 കളർ വേരിയൻസിലാണ് Moto G 5G അവൈലബിൾ ആയിട്ടുള്ളത്. വോൾക്കാനിക് ഗ്രേയും ഫ്രോസ്റ്റഡ് സിൽവറും. നമുക്ക് സ്പെക്സിൻ്റെ കാര്യത്തിലോട്ട് എടുക്കാം. ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്നാപ്ഡ്രാഗൺ 750G യൂസ് ചെയ്തിട്ട് ഒരു ഫോൺ ഇറങ്ങുന്നത്. അപ്പോൾ ഈ സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞത് കോൾകോമിൻ്റെ തന്നെ 7 സീരീസിലെ ഏറ്റവും പുതിയ 5G ചിപ്സെറ്റാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 765G ആയിട്ടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 750G. നമ്മൾ ഈ ചിപ്സെറ്റ് ഇതിനു മുമ്പ് വേണ്ടത് Redmi Note 9 Pro 5Gയുടെ കാര്യത്തിലാണ്. അപ്പോൾ ആ ഫോണും വൈകാതെ വരാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 750G യൂസ് ചെയ്തിട്ട് വരുന്ന ഫോൺ Moto G 5G തന്നെയാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിടിലം പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം നമുക്ക് OnePlus നോഡിൽ യൂസ് ചെയ്ത് സ്നാപ്ഡ്രാഗൺ 755G ആയിട്ടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ളൊരു ചിപ്സെറ്റുള്ള ഫോൺ എന്നത് Moto G 5G തന്നെ ആയിരിക്കും. ഇനി ഒരൊറ്റ വേരിയൻറ്റിലാണ് Moto G 5G അവൈലബിൾ ആയിട്ടുള്ളത്. 6GB 128GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള സിംഗിൾ വേരിയൻ്റ് ആണത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് കിടക്കാം. Moto G 5G നമുക്ക് ലഭിക്കുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 48 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാവൈഡ്, 2 MP മാക്രോ. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറ ഉണ്ട്. 48 MP ക്യാമറയാണെങ്കിലും ഏത് സെൻസറാണ് ഇതിൽ യൂസ് ചെയ്ത് എന്ന് കമ്പനി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മിക്കവാറും ഇത് സാംസങ്ങിൻ്റെ ISOCELL GM2 ആയിരിക്കും, അല്ലെങ്കിൽ സോണി IMX 586 എന്ന് പറഞ്ഞ സെൻസറായിരിക്കും. ഏതായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ലഭിക്കുന്നത്. അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഗുണവും സ്നാപ്ഡ്രാഗൺ 750യുടെ ഒരു ഗുണവും കൂടെ തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 20 വാട്ടിൻ്റെ ടർബോ ചാർജിങ്ങും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസ് ആണ്. പക്ഷേ എന്നിരുന്നാലും ബാക്കിയുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ ബാക്കിയുള്ള ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ 20 വാട്ട് മതിയാവില്ല, പോരാ എന്ന് തന്നെ തോന്നും. മിസലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ NFC ലഭിക്കുന്നുണ്ട്, ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ലഭിക്കുന്നുണ്ട്, IP52 റേറ്റിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് ആണ് എന്നും പറയാം. സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് Android 10 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ്. ഇത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് സ്കിൻ തന്നെയാണ്. മോട്ടറോളയുടെ തന്നെയുള്ള ഒരു ചെറിയ ട്വീക്സ് ഒക്കെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുമുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് എടുക്കാം. Moto G 5Gയുടെ ഇന്ത്യയിലെ വില എന്ന് പറഞ്ഞാൽ 20,999 രൂപയാണ്. കാർഡ് ഓഫറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. HDFC കാർഡിനൊക്കെ. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവ് ആണ്, ബാക്കി നമുക്ക് സ്റ്റോറുകളിലൊന്നും ലഭ്യമല്ല. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ കിടിലം പ്രൈസിങ് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 5G ഫോണിന് തന്നെ വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ 5G ഫോൺ ഇല്ല എന്നതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു 21,000 രൂപയ്ക്ക് നമുക്ക് സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ ചിപ്സെറ്റുള്ള ഫോൺ ലഭിക്കുന്നത് തന്നെ ഒരു കിടിലം ഒരു ചോയ്സ് തന്നെയാണ്. നമുക്ക് OnePlus നോഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5G ഉള്ളത് കൊണ്ട് മാത്രം നോഡ് എടുക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും Moto G 5G എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉള്ള ഫോൺ. അതുമാത്രമല്ല ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ബാക്കിയുള്ള ഫോണുകളൊക്കെ സ്നാപ്ഡ്രാഗൺ 730Gയും സ്നാപ്ഡ്രാഗൺ 720G ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ 750G ഉള്ള ഒരൊറ്റ ഫോണായിട്ട് നിൽക്കുന്നത് ഒരു കിടലൻ ചോയ്സ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലാക്കിംഗ് ആയിട്ടുണ്ട് Moto G 5G. അതിൽ ആദ്യത്തേത് ഹൈ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ, അല്ലെങ്കിൽ നമുക്കൊരു AMOLED ഡിസ്പ്ലേ. ഇത് രണ്ടും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. സാധാരണ ഒരു 60 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ തന്നെയാണ് ലഭിക്കുന്നത്. HDR10+
പ്ലസ് സർട്ടിഫിക്കേഷനുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ പോലും. പിന്നെയുള്ളത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമാണ്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ നമുക്ക് 10,000 രൂപയുടെ സെഗ്മെൻറ്റിൽ വരെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30 വാട്ടാണ് ഇപ്പോൾ നമുക്ക് ആവറേജ് ഒട്ടുമിക്ക ഫോണുകളിൽ ലഭിക്കുന്നത്. അതുപോലുമില്ല, നമുക്ക് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ലഭിക്കുന്നത്. അതൊരു കുറവായിട്ട് തന്നെ കാണേണ്ടി വരും ബാക്കിയുള്ള ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ? തികച്ചും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് Moto G 5G എന്ന് പറഞ്ഞ ഫോൺ. കാരണം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് വേറൊരു ഫോണും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയാലും നല്ലൊരു വാല്യൂ ഫോർ മണി ഓപ്ഷൻ തന്നെയാണ് Moto G 5G എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടോ? 20,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 21,000 രൂപയ്ക്ക് ഒരു ഫോൺ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും Moto G 5G എന്ന് പറഞ്ഞ ഫോൺ. എസ്പെഷ്യലി നമുക്കിതിൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട് എന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പോരാത്തതിന് നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു 5G ഫോൺ തന്നെയാണ് എടുക്കാൻ പോകുന്നത് എന്നാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. പക്ഷേ 5G ഒക്കെ ഇനി എപ്പോൾ വരും എന്നൊരു പിടിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊരു 5G ഫോൺ വേണമെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ അത്രേ ഉള്ളൂ Moto G 5Gനെ പറ്റി അറിയേണ്ടതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Moto G 5Gനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.